ചിതറ കൊലപാതക ശ്രമക്കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 പേരെയാണ് ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തത്. മാർച്ച് 12-ന് മങ്കോട് ചിതറ സ്വദേശി മുഹമ്മദ് റാഫിയാണ് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇക്കഴിഞ്ഞ മാർച്ച് 12-ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മാങ്കോട് ചിതറ കോത്തല റഹ്മത്ത് മൻസിലിൽ 28 വയസ്സുള്ള മുഹമ്മദ് റാഫിയെയാണ് പ്രതികൾ വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. മുഹമ്മദ് റാഫി തന്റെ ഉടമസ്ഥതയിലുള്ള JCB ചിതറപ്പമ്പിൽ പാർക്ക് ചെയ്തിരുന്നു. തുടർന്ന് മുഹമ്മദ് റാഫിയോട് വൈരാഗ്യത്തിൽ തുടരുന്ന പ്രതി ജിൻഷാദിന്റെ ഉടമസ്ഥതയിലുള്ള JCB അതിനു മുന്നിലായി കൊണ്ട് പാർക്ക് ചെയ്തു. ജിൻഷാദിന്റെ JCBയിലെ ജോലിക്കാരനായ വിഘ്നേഷ്, അഖിൽകൃഷ്ണൻ, അമൽകൃഷ്ണ എന്നിവർ വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം മുഹമ്മദ് റാഫിയുടെ JCB കുത്തി തുറക്കുവാൻ ശ്രമിച്ചു. ഇത് കണ്ട് മുഹമ്മദ് റാഫി ഓടിവന്ന് അവരെ തടയുകയും ഇതേ തുടർന്ന് 3 പ്രതികളും ചേർന്ന് മുഹമ്മദ് റാഫിയുമായി അടിപിടി കൂടുകയും ചെയ്തു. ഈ സമയം അഖിൽകൃഷ്ണ JCBയുടെ ഉടമസ്ഥനായ ജിൻഷാദിനെ കാര്യങ്ങൾ ഫോണിൽ വിളിച്ചറിയിച്ചു. ജിൻഷാദ് ഒരു ബൈക്കിൽ രാത്രി 8 മണിയോടെ പമ്പിലെത്തുകയും തന്റെ കൈവശം ഒളിച്ചുവെച്ചിരുന്ന വാളുകൊണ്ട് മുഹമ്മദ് റാഫിയെ വെട്ടുകയുമായിരുന്നു. കഴുത്തിന് തൊട്ടുമുകളിലായി വെട്ടുകൊണ്ട റാഫി നിലത്ത് വീഴുകയും നാട്ടുകാർ ഓടിക്കൂടി അടിയന്തര ചികിത്സയ്ക്കായി കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് പ്രതികളെല്ലാം ഒളിവിൽ പോയി. ഈ സംഭവത്തിന് ചിതറ പോലീസ് കൊലപാതക ശ്രമത്തിന് കേസെടുത്തു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കേസിലെ പ്രതിയായ വിഘ്നേഷിനെ കടക്കിൽ നിന്നും അറസ്റ്റ് ചെയ്തു. തുടർന്ന് പ്രതികളായ ജിൻഷാദ്, അഖിൽകൃഷ്ണ മധുര, ഊട്ടി, കന്യാകുമാരി, തിരുനെൽവേലി എന്നീ സ്ഥലങ്ങളിൽ ഒളിവിൽ താമസിക്കുകയും തെങ്കാശിയിലെ ഒരു ലോഡ്ജിൽ നിന്നും ജിൻഷാദിനെയും അഖിൽകൃഷ്ണനെയും ചിതറ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അമൽകൃഷ്ണയെ പിടികൂടാനുണ്ട്. ജിൻഷാദ് വെട്ടാനുപയോഗിച്ച വാൾ കടയ്ക്കൽ ആലുമുക്കിലുള്ള പാലത്തിനടിയിലെ തോട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തി. തുടർന്ന് പ്രതികളെ സ്ഥലത്തെത്തിച്ചു തെളിവെടുപ്പും നടത്തി. JCB ഓപ്പറേറ്റർമാർ തമ്മിലുള്ള കുടിപ്പകയാണ് ഈ സംഭവത്തിന് പ്രധാന കാരണം. ചിതറ CI P ശ്രീജിത്തിന്റെ നേതൃത്വത്തിലാണ് കേസന്വേഷണം പുരോഗമിക്കുന്നത്. അറസ്റ്റിലായ പ്രതികളെ കടയ്ക്കൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. CI ശ്രീജിത്ത്, SI സുധീഷ്, SI രശ്മി, CPOമാരായ സനൽ, ശ്യാം, ഫൈസൽ, ഗിരീഷ്, വിശാഖ്, രൂപേഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം.